എന്റെ സുഹൃത്തുക്കളെ, പാലാരിവട്ടത്ത് ഒരു അത്തപ്പൂക്കളം രണ്ട് മുസ്ലിം സ്ത്രീകൾ നടന്നു വരുന്നു. അതിലത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിത്തെറിപ്പിക്കുന്നു. ഇതോടുകൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം ഗംഭീര ചർച്ചയാണ്. എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണെന്നേ, ഇവരൊക്കെ തലേൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തീവ്രവാദമാണെന്നേ, മറ്റൊരു മതസ്ഥന്റെ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ ഇവർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടുന്നേ, അങ്ങനെ അത്തപ്പൂക്കളത്തെയും മറ്റും അങ്ങനെ മറ്റൊരു മതത്തിന്റെ എന്ന രീതിയിൽ ആരും വ്യാഖ്യാനിച്ചുണ്ടാക്കണ്ട. ഇതിൻ്റെ ഇടയിൽ ഇതൊരു കേരളത്തിന്റെ ഉത്സവമാണ്. ഈ പൂക്കളമിടലും ഇതിൻ്റെ ആഘോഷങ്ങളും ഇതെല്ലാം ഒരു കേരളത്തിന് ഉത്സവമായിട്ടാണ് നമ്മൾ ഏറെ കാലമായിട്ട് കൊണ്ടുനടക്കുന്നത്. കുറേ മിത്തുകളുണ്ട്. ഹിന്ദുയിസത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരുപാട് മിത്തുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംഗതി അതൊക്കെ എടുക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് കേരളത്തിലെയും ലോകത്തിലെയും എല്ലാ മുസ്ലിങ്ങളും ഭീകരമായിട്ടുള്ള അസഹിഷ്ണുരാണ്. അവർ മറ്റൊരാളെ ഇവർക്കൊന്നും മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനിക്കാനും ഒട്ടും അറിയില്ല. ഇവരൊക്കെ IS-ലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ നാളെ അഫ്ഗാനിസ്ഥാനിലോ മറ്റോ പോയിട്ട് ആട് മേയ്ക്കാൻ പോവുകയും അടിമയാവാൻ പോകുന്ന സ്ത്രീകളാണ് ഇവരെല്ലാം എന്ന ഇതിൽ വർത്തമാനങ്ങളൊക്കെ ഞാൻ കണ്ടുപോയത്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത്തപ്പൂക്കളം ചവിട്ടി എറിഞ്ഞു പോകുന്ന ആ ഒരു പെൺകുട്ടികൾ ചിത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഒരു പെൺകുട്ടിയല്ല, രണ്ട് പെൺകുട്ടിയുണ്ട്. ഇനി കണ്ടോക്കൂ, ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് രണ്ട് പെൺകുട്ടികളുണ്ട്. രണ്ടുപേരും വേണമെങ്കിൽ നമുക്ക് പറയാം, രണ്ടുപേരും തട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവരെ മുസ്ലിം പെൺകുട്ടികൾ എന്ന രീതിയിൽ പറയാം. ആ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആ രണ്ടുപേരും അങ്ങനെ പോണ സമയത്ത് അതിൽ ഒരു പെൺകുട്ടി മാത്രമാണ് ആ ഒരു പൂക്കളം തട്ടിത്തെറിപ്പിച്ചത്. മറ്റേ പെൺകുട്ടി അത് തട്ടാതെ മറ്റൊരു വഴിയിലൂടെ പോകുന്നുണ്ട്. എന്തേ രണ്ടുപേരും തട്ടിത്തെറിപ്പിച്ചില്ല? കാരണം രണ്ടുപേർക്കും കിട്ടിയ പഠനം അത് വേറെയാണ്. രണ്ടുപേരുടെയും തോട്ട് വേറെയാണ്. ഒരാളെ മതം പഠിപ്പിച്ച വ്യക്തിയും ഒരുപക്ഷെ അവർ മതം പഠിച്ച രീതിയും ശരിയല്ല എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരുത്തൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി പഠിച്ചിട്ടുള്ള മറ്റൊരു മുസ്ലിം സ്ത്രീയാണ് തൊട്ടപ്പുറത്തുള്ളത്. രണ്ടുപേരും ആ പൂക്കൾ തട്ടിത്തെറിപ്പിച്ചിട്ടുള്ള ഒറ്റയാളെ തട്ടിത്തെറിപ്പിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും അവരെ കണ്ടെത്തണം. നിങ്ങൾ എന്തിനാണ് അതങ്ങനെ ചെയ്തതെന്ന് അവരോട് ചോദിക്കുക തന്നെ വേണം. ഒരു സംശയമില്ല, അവരോട് ചോദിക്കണമെന്ന് എന്തിനത് ചെയ്തു എന്നറിയണം. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഒരൊറ്റ മുസ്ലിം പെൺകുട്ടി ചെയ്തുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഇതേപോലെയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കലുണ്ടല്ലോ, അത് ശരിയല്ല എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു നബിദിനം ഉണ്ടായിരുന്നു. നബിദിനത്തിൽ നമ്മുടെ നാട്ടിലത്തെ കുട്ടികളൊക്കെ ദഫ് മുട്ടാനും മറ്റൊക്കെ പോവും. റോഡിലൂടെ നല്ല ഭംഗിയുള്ള കളർഫുൾ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പാട്ടും പാടി ദഫ് മുട്ടിങ്ങ് നടക്കും. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും അവരുടെ കയ്യിലേക്ക് ഒരുപാട് മിഠായികളും മറ്റു സാധനങ്ങളൊക്കെ കിട്ടും. ഇന്നാണ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് കയറി വരുന്ന ഭയങ്കര രസകരമായ സംഭവമാണ്. അങ്ങനെ ദഫ്മുട്ടുമായിട്ട് റോഡ് സൈഡിലൂടെ നബി തിരുമേനിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനിടയ്ക്ക് കാർ ഇടിച്ചു കയറ്റി. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ നബിദിന ഘോഷയാത്രയ്ക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. കൊല്ലക്കടവ് സ്വദേശികളായ കാർ ഇടിച്ചു കയറിയ അപകടമാണോ, കാർ ഇടിച്ചു കയറ്റി അപകടമാണോ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഇടിച്ചു കയറിയ അപകടം എന്നല്ല, അത് ഇടിച്ചു കയറ്റിയ അപകടമെന്ന് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? കൃത്യമായിട്ടും ആ നബിദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർ ഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളായിരിക്കും. അപ്പം അതിനിടയ്ക്ക് ഇടിച്ചു കയറിയത് ആര്, അവർ ഏത് മതസ്ഥർ എന്നുകൂടി അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ പേരുകൾ നോക്കുമ്പോൾ അവർ ഹിന്ദു മതങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ചർച്ച നടന്നോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ? ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ എടുത്ത മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. ഹിന്ദുക്കളൊക്കെ എങ്ങനെയാണ്, അവർക്ക് അസഹിഷ്ണുരാണ്, അവർക്ക് മുസ്ലിങ്ങൾ ഇത്തരം ആഘോഷങ്ങളൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതുകൊണ്ട് അവർ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന രീതിയിലുള്ള എന്തെങ്കിലും ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നായിരുന്നോ? നടന്നിട്ടില്ല.
അതെന്തുകൊണ്ടാണ്? എന്തെൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ നടക്കാത്ത? ഹിന്ദുക്കൾ എന്തെങ്കിലും പ്രശ്നം ചെയ്യുമ്പോൾ ആ ഒരാളുടെ മാത്രം പ്രശ്നമായിട്ട് അത് മാറും. അത് അവൻ്റെ പ്രശ്നമാണ്, അവൻ മദ്യപിച്ചതിൻ്റെ പ്രശ്നമാണ്, അത് അവൻ മയക്കുമരുന്ന് അടിമയായതിൻ്റെ പ്രശ്നമാണ്, അത് അവൻ്റെ അസഹിഷ്ണുതയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ വ്യക്തിയെ മാത്രം ആക്രമിക്കുന്ന അവസ്ഥ വരും. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അവരെ പോലെ തന്നെയാണ് എന്ന രീതിയിലുള്ള ചർച്ചയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്നത്. ദാറ്റ് മീൻ എ സോക്കോൾഡ് ഇസ്ലാമോഫോബിയ വളർത്താൻ ഇതൊക്കെ സഹായിക്കുന്നു എന്നർത്ഥം. ഇനി ആ പെൺകുട്ടിയിലേക്ക് മാത്രം വരാം. എന്തായിരിക്കും അവരുടെ പ്രശ്നം? ഒന്നെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും മൈൻഡ് സെറ്റോട് കൂടി വരുന്ന ഒരാൾ, അല്ലെങ്കിൽ അവർ മതം പഠിച്ച രീതി തെറ്റാണ്, അല്ലെങ്കിൽ അവരാ മതം പഠിപ്പിച്ചത് ആരാണോ അവരൊരു വലിയ തെറ്റാണ്. കാരണം സ്വന്തം മതം അനുഷ്ഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവൻ്റെ കൂടി മതത്തെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നുള്ളതാണ്. ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. തപ്പിപ്പിടിച്ചുണ്ടാക്കിയതാ. ആ നിൽക്കുന്ന മനുഷ്യൻ ഒരു ഹിന്ദു മതക്കാരനാണ്. സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇട്ടൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ നാട്ടിലെ ആ ചെറുക്കപ്പൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം അമ്പലത്തിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ സുബൈക്ക് പുലരാൻ കാലത്ത് എന്നർത്ഥം രാവിലെ സുബൈക്ക് പള്ളി തുറന്നു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളൊപ്പം ആരുണ്ടായിരിക്കും? ഈ ചെറുക്കപ്പൻ ചേട്ടനുണ്ടായിരിക്കും. സാധാരണ അമ്പലത്തിലേക്ക് കയറുന്ന പോലെ കൈയും കാലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യും? ഷർട്ട് കൂടി അഴിക്കും. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശീലം അതാണേ, ഷർട്ട് കൂടി അഴിക്കും, അത് കയ്യിൽ പിടിക്കും, അതിലേക്ക് തോളത്തിടും. എന്നിട്ട് ആ പള്ളിയിൽ പോയി മറ്റുള്ളവർ ഇരുന്ന് അവരുടെ നിസ്കാര രീതി എങ്ങനെയാണോ അത് നിർവഹിക്കുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ ആ പള്ളിക്കകത്ത് പോയിരുന്നിട്ട് കൈ കൂപ്പി ആ മനുഷ്യൻ അങ്ങനെ കുറേ നേരം നിൽക്കും. നിന്നോട്ടെന്നേ. ആ പള്ളിയിലത്തെ ഏതെങ്കിലും ആളുകൾ നിങ്ങൾ ഹിന്ദു മതക്കാരനാണ്, ഇങ്ങനെ ഒരു ആചാരം ഇവിടെ ഇല്ല, നിങ്ങളിവിടെ വന്ന് നിൽക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാനാണോ? ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചോളൂന്നേ. സമാധാനം കിട്ടുന്ന ഇടങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആരാധന ചെയ്തോളൂ. അതിലൊരു വിരോധവുമില്ല എന്നാണ് ആ ഒരു നാട്ടിലത്തെ ആൾക്കാർ പറയുന്നത്, അല്ലേ? ഇതൊക്കെയല്ലോട് നമ്മുടെ രസകരമായ സുന്ദരമായ ജീവിതം എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ആ മനുഷ്യൻ ഇതുവരെ അവിടെ അട്ടിപ്പുറത്താക്കിയിട്ടില്ല. അത് കഴിഞ്ഞാൽ അവിടുന്ന് അദ്ദേഹം കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അദ്ദേഹം നേരെ ഇറങ്ങിപ്പോകുന്ന അമ്പലത്തിലേക്കാണ്. സോ വാട്ട്? അതുകൊണ്ട് എന്താ പ്രശ്നം? അമ്പലക്കാർക്ക് പ്രശ്നമുണ്ടോ? പള്ളിക്കാർക്ക് പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നമില്ല. അപ്പോൾ അവിടെയുള്ള ആ ചെറുപ്പക്കാർ അത് എതിർക്കാത്ത എന്തുകൊണ്ടാ? അവർ മതം പഠിച്ച രീതിയാണ് ശരി. ആ നിസ്കരിക്കുന്നില്ലേ, കണ്ടില്ലേ? ആ നിസ്കരിക്കുന്ന കുറേ ആളുകൾ അവർ മതം പഠിച്ച രീതിയാണ് ശരി. ആ ഒരു പഠിച്ച രീതിയിലുള്ള ഒരു മതപഠനം ആ പെൺകുട്ടിക്ക് കിട്ടിയില്ല. അവരെന്തൊരല്പം തീവ്രവാദപരമായിട്ട് ഇതിനെ പഠിച്ചു വെച്ചിരിക്കുന്നു. അത് അപകടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ, അവരെ കണ്ടെത്തണം, അവരെ കഴിയുമെങ്കിൽ അവരെ തിരുത്തണം. ശിക്ഷിക്കുകയോ അടിക്കുകയോ അവരെ അസഭ്യം പറയുകയല്ല വേണ്ടത്, അവരെ തിരുത്തണം. ഇതല്ല വേണ്ടത്. ഈ കേരളത്തിൽ സുന്ദരമായി ജീവിക്കാൻ ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ബൈ.